Minus 15 seconds. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Plus 5 seconds. Normal. Superb liftoff of SSLV D3 EOS-08 mission. Sleek rocket searing through the skies. जी हाँ, यह सफलतापूर्वक उत्थापन SSLV D3 लॉन्च व्हीकल का 20 seconds. और यह अपनी उद्दिष्ट दिशा की ओर बढ़ चला है। सभी तंत्र सामान्य रूप से कार्य करते हुए। Clear weather here in Sriharikota and a good visibility for the flying rocket. Plus 40 seconds. यह तीसरी उड़ान SSLV की अपनी विश्वसनीयता सिद्ध करते हुए ചെന്നൈയിൽ നിന്ന് വീണ്ടും മനീഷ് മൂർത്തി ടെലിഫോൺ വിളിച്ചിരുന്നു. ഈ കൗണ്ട് ഡൗൺ വന്നുകൊണ്ടാണ് മനീഷ് മൂർത്തി താങ്കളുടെ ശബ്ദം നമ്മൾ മ്യൂട്ട് ചെയ്തത്. ഓക്കെ, പറയൂ മനീഷ്. വിക്ഷേപണം കഴിഞ്ഞിരിക്കുന്നു. അതായത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസിലെ ഫസ്റ്റ് ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപണം നടന്നിരിക്കുന്നത്. 17 മിനിറ്റാണ് ഈ ഒരു പരിവേഷണത്തിന്റെ സമയമെന്ന് പറയുന്നത്. 4 ഘട്ടങ്ങൾ. അതിൽ ആദ്യത്തെ 3 ഘട്ടങ്ങൾ ഖര ഇന്ധനം ഉപയോഗിച്ചും അവസാനത്തെയും ഏറ്റവും സുപ്രധാനവുമായിട്ടുള്ള ഘട്ടം ദ്രാവക ഇന്ധനം ഉപയോഗിച്ചുമാണ് SLV പ്രവർത്തിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വേഗത്തിൽ നിർമ്മിക്കാവുന്നതും അതുപോലെ തന്നെ പര്യവേഷണം നടത്താവുന്നതുമായ റോക്കറ്റാണ്. കുഞ്ഞൻ റോക്കറ്റുകളാണ്. കുഞ്ഞൻ ഉപഗ്രഹങ്ങളെ വളരെ വേഗത്തിൽ തന്നെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അതായത് 500 കിലോമീറ്റർ പരിധിയാണ്. ഇതിപ്പോൾ 475 കിലോമീറ്റർ പരിധിയിലാണ് ഈ ഒരു EOS-8 വിക്ഷേപിക്കുന്നത്. നമുക്കറിയാം, കാലാവസ്ഥ നിരീക്ഷണമാണ് പ്രധാനമായും EOS-8ന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി അത്യാധുനിക ഉപകരണങ്ങളെല്ലാം തന്നെ കൊടുത്തുകൊണ്ടാണ് EOS-8 ഇപ്പോൾ വിക്ഷേപിക്കുന്നത്. അതിൽ ഉള്ളത് 3 പേലോഡുകളാണ്. ഒന്ന് ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് പേലോഡ് എന്ന് പറയുന്ന ഒന്നാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് ദൗത്യം എന്ന് പറയുന്നത് സാറ്റലൈറ്റ് അധിഷ്ഠിതമായിട്ടുള്ള നിരീക്ഷണം, പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ കാലാവസ്ഥ, അഗ്നിപർവ്വതങ്ങളുടെ നിരീക്ഷണം എന്നിവയൊക്കെയാണ് ഈ ആദ്യത്തെ പേലോഡ് EOIR എന്ന് പറയുന്ന പേലോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റൊന്ന് GNSSR ആണ്. അത് കടലിന്റെ ഉപരിതലം, അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ആർദ്രത, ഹിമാലയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതാണ് ഈ പറഞ്ഞ GNSSR നിരീക്ഷിക്കുക. SIC-UV എന്ന് പറയുന്ന മറ്റൊരു പേലോഡ് കൂടിയുണ്ട്. ഇത് ഗഗൻയാന്റെ നമുക്ക് നേരത്തെ പൂർത്തീകരിച്ച ദൗത്യമാണ് ഗഗൻയാന്റെ ക്രൂ മൊഡ്യൂളിൽ നിന്നുള്ള UV അൾട്രാവയലറ്റ് രശ്മികളെ കുറിച്ചുള്ള പഠനം. അതാണ് ഈ 3ാമത്തെ പേലോഡ് ചെയ്യുക. അങ്ങനെ 3 പേലോഡുകളാണുള്ളത്. 1 വർഷമാണ് ദൗത്യത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്. രാവും പകലും ഒരേപോലെ തന്നെ നിരീക്ഷണം നടത്തുക, കുറച്ചുകൂടി വ്യക്തതയുള്ള ചിത്രങ്ങൾ, അതുപോലെ തന്നെ ദൃശ്യങ്ങളെല്ലാം തന്നെ ISROയ്ക്ക് ലഭിക്കും ഈ ഒരു EOS-8ലൂടെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഓരോ ഘട്ടങ്ങളും പിന്നിട്ടുകൊണ്ട് SLV D3 അങ്ങനെ മുന്നേറുകയാണ്. നമുക്കറിയാം, 3ാമത്തെ പര്യവേഷണമാണ് SSLVയുടെ 3ാമത്തെ പര്യവേഷണമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റാണ്. വളരെ വിശ്വസനീയമായ റോക്കറ്റ് തന്നെയാണ്. വാണിജ്യ രംഗത്ത് പ്രത്യേകിച്ചും നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ ഈ ഒരു പര്യവേഷണത്തിന് വേണ്ടി ഇന്ത്യയെ ISROയെ സമീപിക്കുന്നുണ്ട്. സ്വാഭാവികമായും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഓരോ കുഞ്ഞൻ സാറ്റലൈറ്റുകളെ എത്തിക്കുക, ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നത് തന്നെയാണ് SLV ഈ പറഞ്ഞ റോക്കറ്റുകളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതെന്തായാലും ഇന്നത്തെ ഒരു പര്യവേഷണത്തോടുകൂടി അത് അരക്കിട്ട് ഉറപ്പിക്കാൻ തന്നെ ISROയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ വളരെ വേഗത്തിൽ ഇത് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. 500 കിലോമീറ്റർ പരിധിയിലാണ് SLVക്ക് ഇപ്പോൾ വിക്ഷേപണം നടത്താൻ സാധിക്കുക. ഇന്നത്തെ വിക്ഷേപണം എന്ന് പറയുന്നത് 475 കിലോമീറ്റർ പരിധിയിലാണ്. അവിടെയുള്ള 475 കിലോമീറ്റർ ദൂരെയുള്ള ഭ്രമണപഥത്തിലാണ് ഇപ്പോൾ EOS-8നെ എത്തിക്കുക എന്നുള്ളതാണ്. ഒരു കുഞ്ഞൻ സാറ്റലൈറ്റ് കൂടി ഇതിന്റെ കൂടെയുണ്ട്. അത് സ്പേസ് കിഡ്സ് ഇന്ത്യ നിർമ്മിച്ച SR0 ഡീമോസാറ്റ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ആണ്. കുഞ്ഞൻ സാറ്റലൈറ്റ് ആണ്. നിരീക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു സാറ്റലൈറ്റ് ആണ്. എന്തായാലും ഏറ്റവും കൃത്യമായി തന്നെ കാലാവസ്ഥയെ നിരീക്ഷിക്കാൻ നമുക്കറിയാം. പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് രാജ്യത്ത്. അപ്പോൾ അത്തരം പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് കൂടി നിരീക്ഷിച്ച് ധാരണകൾ നൽകുക, അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ നൽകുക എന്നതൊക്കെയാണ് EOSIR എന്ന് പറയുന്ന പേലോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ 3 പേലോഡുകൾ ഉൾപ്പെടെയാണ് എന്തായാലും നിലവിൽ ISRO ഇപ്പോൾ ഇത് വിക്ഷേപിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കിപ്പം മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും ചേർന്നത്.